കഥ സഖി ഭാഗം 19. ഒരു അർജൻറ്റ് വർക്ക് ചെയ്തു തീർക്കാൻ ഉള്ളതുകൊണ്ട് ലാപ്പിൽ നിന്നും കണ്ണുകൾ എടുക്കാതെ കാര്യമായി അതിൽ തന്നെ ശ്രദ്ധയൂന്നിയിരുന്നും കൊണ്ട് സമയം പോയതുപോലും ജോ അറിഞ്ഞില്ല. ചെയ്തും കൊണ്ടിരുന്ന വർക്ക് തീർന്നു കഴിഞ്ഞപ്പോൾ മാത്രമാണ് അവൻ സമയം പോലും ശ്രദ്ധിച്ചത്. രാവിലെ എപ്പോഴോ ഒരു നോക്ക് കണ്ടതാണ് ഗായുവിനെ. തൻ്റെ ജോലിയിൽ മുഴുങ്ങിയിരുന്നത് കൊണ്ട് അവളെ ഒന്ന് തിരക്കുക പോലും ചെയ്തില്ല. അതിൻ്റെ പരിഭവവും പിണക്കവും പരാതിയും എല്ലാം കാണും. ഇനി എന്തൊക്കെയാണാവോ പെണ്ണിൽ നിന്നും കേൾക്കേണ്ടി വരിക, മനസ്സിൽ പറഞ്ഞുകൊണ്ടവൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. വർക്ക് കഴിഞ്ഞ ഉടനെ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയ ജോ ഗായുവിനെ തിരക്കി മുകളിൽ നിന്നും താഴേക്ക് വന്നപ്പോഴാണ് അവിചാരിതമായി അവൻ ആ സംഭാഷണം കേൾക്കാനിടയായത്. ചന്തുവിൻ്റെ വേളിയായി ഗായത്രിക്കുട്ടി തൻ്റെ കാതുകളിൽ കേട്ടതിൻ്റെ കുഴപ്പമെന്തെങ്കിലും ആണോ എന്ന് ഒരു നിമിഷം ശങ്കിച്ചു നിന്നപ്പോഴാണ് മുറിക്കകത്തു നിന്നും ബാക്കി സംഭാഷണങ്ങൾ കൂടി അവൻ കേൾക്കാനിടയായത്. മറഞ്ഞു നിന്ന് മറ്റുള്ളവരുടെ സംഭാഷണങ്ങൾ കേൾക്കുന്നത് തെറ്റാണെന്നറിയാമെങ്കിലും ഗായുവിനെ സംബന്ധിക്കുന്നെന്തോ ഗൗരവമേറിയ കാര്യമാണെന്ന് മനസ്സിലായതോടെ അവരുടെ ബാക്കി സംഭാഷണങ്ങൾ കൂടി കേൾക്കാൻ അവന് ആകാംക്ഷയായി. അക്ഷമയോടെ അവരിൽ നിന്നും ഓരോ കാര്യങ്ങൾ കേൾക്കുന്തോറും അവൻ്റെ മനസ്സ് പിടഞ്ഞുകൊണ്ടിരുന്നു. തൻ്റെ ഗായുവിന് എന്തോ ആപത്ത് വരാൻ പോകുന്നു എന്ന് അവൻ്റെ മനസ്സ് മുറവിളി കൂട്ടിക്കൊണ്ടിരുന്നപ്പോൾ ആയിരുന്നു പുറത്തെ കാഴ്ച കാണിച്ചു തരാം എന്ന് പറഞ്ഞ് സന്തനുവിൻ്റെ അമ്മ അച്ഛനുമായി പുറത്തേക്ക് വന്നത്. അവർ കാണാതിരിക്കാൻ വേണ്ടി മറഞ്ഞിരുന്ന ജോയും ആ കാഴ്ച കാണാൻ പുറത്തേക്ക് വന്നു. അവരറിയാതെ അവർക്ക് പിന്നാലെ. ഉമ്മറത്തെത്തിയ നാരായണൻ തൻ്റെ മിഴികളെ വിശ്വസിക്കാനായില്ല. വിശാലമായ മുറ്റത്തെ ഒരു കോണിലായി പടർന്നു പന്തലിച്ച് നിൽക്കുന്ന മാഞ്ചോട്ടിന് താഴെ സംസാരിച്ചും കൊണ്ടിരിക്കുന്ന ഉണ്ണിയും ഗായത്രിയും. വാതോരാതെ സംസാരിക്കുന്ന ഉണ്ണി, അവനരികിലായി നല്ലൊരു കേൾവിക്കാരിയായി ഇരിക്കുന്ന ഗായത്രി. ഇടയ്ക്കിടെ ചിരിക്കുകയും ഉണ്ണിയോട് എന്തൊക്കെയോ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. അവളുടെ ഇടയ്ക്കിടെയുള്ള ചോദ്യത്തിന് മറുപടിയൊന്നോണം കൈവിരൽ ചൂണ്ടിക്കൊണ്ട് അവളോട് എന്തൊക്കെയോ തിരിച്ചു മറുപടി പറയുന്നതിനൊപ്പം തന്നെ അവൻ്റെ മുഖത്ത് വിടരുന്ന പുഞ്ചിരിയും. തൻ്റെ മിഴികളിൽ പതിച്ച ആ കാഴ്ച കണ്ണിമ ചിമ്മാതെ അയാൾ നോക്കിക്കാണുകയാണ്, മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ. അതിൻ്റെ പ്രതിഫലമെന്നോണം അയാളുടെ മുഖത്തും സന്തോഷത്തിൻ്റെ പുഞ്ചിരി വിടർന്നു. ഭർത്താവിൻ്റെ മുഖത്ത് വിടരുന്ന മനസ്സ് നിറഞ്ഞുള്ള പുഞ്ചിരി കണ്ട് അവർക്കരികിലായി ലക്ഷ്മിയും. ഇരുവരും അറിയാതെ അവർക്ക് തൊട്ട് പുറകിലായി ആ കാഴ്ച കണ്ട് നിറഞ്ഞ മനസ്സോടെ ജോയും. ആ കാഴ്ച അവനും ഒരു അത്ഭുതമായിരുന്നു. കാരണം ആദ്യമായി ഉണ്ണിയെ കണ്ടപ്പോൾ ദേഷ്യത്തോടെയും വെറുപ്പോടെയും മാത്രം പെരുമാറിയവൾ ഇന്നിപ്പോൾ ആ കാഴ്ച അവനും വിശ്വസിക്കാനായില്ല. കൺമുന്നിൽ കാണുന്നത് സത്യമാണോ അതോ സ്വപ്നമാണോ എന്ന് ഉറപ്പുവരുത്താനാകാതെ അവൻ നിന്നു. ഉണ്ണിയെ കാണുമ്പോൾ ദേഷ്യത്തോടെയും വെറുപ്പോടെയും പെരുമാറിയവളാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു പുരികങ്ങളിലും ചുളിക്കും കൊണ്ടവൻ സംശയത്തോടെ മനസ്സിൽ പറഞ്ഞു. ഉണ്ണിയുടെ ശ്രീതക്കുട്ടി എന്ന വിളി പോലും അവൾക്ക് അരോചകമായിരുന്നു. അതിൻ്റെ പ്രതിഫലമെന്നോണം പലപ്പോഴും അവളത് പ്രകടമാക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് എപ്പോഴോ അനുകമ്പയുടെയോ സഹതാപത്തിൻ്റെയോ പേരിലോ ആണോ എന്നറിയില്ല, അവനോടുള്ള വെറുപ്പ് അവളിൽ നിന്നും ഇല്ലാതാകുന്നതും ചെറിയ അളവിൽ അവനോട് ഒരടുപ്പം കാണിക്കുന്നതും ഇടയ്ക്കെപ്പോഴോ കണ്ടിട്ട് എന്നല്ലാതെ അവർ തമ്മിൽ ഇത്രയും അടുപ്പമുള്ളത് ജോയ്ക്ക് പുതിയൊരു അറിവായിരുന്നു. അത് ഉണ്ണിയോടുള്ള സഹതാപത്തിൻ്റെ പേരിലായിരിക്കുമെന്ന് താൻ വിശ്വസിച്ചു. പക്ഷേ ഇപ്പോൾ കൺമുന്നിൽ നിറഞ്ഞു നിന്ന കാഴ്ച അവനോടുള്ള സഹതാപത്തിൻ്റെ പേരിലല്ല എന്ന് ജോയ്ക്ക് മനസ്സിലായി.
അപ്പോഴും അല്പനിമിഷങ്ങൾക്ക് മുന്നേ തൻ്റെ കാതിൽ പതിച്ച വാക്കുകൾ അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. ചന്തുവിൻ്റെ വേളിയായി ഗായത്രിക്കുട്ടി. ആലോചനയോടെ ശന്തനുവിൻ്റെ അച്ഛനും അമ്മയും ഇമജിമ്മാതെ മനസ്സ് നിറഞ്ഞു നിന്നു നോക്കിക്കാണുന്ന കാഴ്ച അവനും നോക്കിക്കണ്ടു നിൽക്കുമ്പോൾ ആണ് വീണ്ടും അവരുടെ സംസാരം അവൻ്റെ കാതിലേക്ക് പതിച്ചത്. ഉണ്ണിയുടെ ഈ മാറ്റത്തിന് വഴിയൊരുക്കിയവളെ തന്നെ മംഗലത്തമ്മയായി വായിക്കണോ ഏട്ടാ? ആ പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾ എല്ലാം തകർത്ത് അവൾക്ക് ലഭിക്കേണ്ട സുന്ദര നിമിഷങ്ങളും ജീവിതവും എല്ലാം എന്നേക്കുമായി അവളിൽ നിന്നും അടർത്തി മാറ്റി അവളെ കന്യകയായി വായിക്കണോ? ഈ കുടുംബത്തിൻ്റെ ക്ഷേമവും അന്തസ്സും കാത്തുസൂക്ഷിക്കാൻ ആ പെൺകുട്ടിയെ ബലിയാടാക്കണോ? പറ, വേണോ? വീണ്ടും ഒരു പെൺകുട്ടിയുടെ കണ്ണീരിൻ്റെ ശാപം കൂടി. നോ, നെവർ, ഇല്ല, സമ്മതിക്കില്ല എൻ്റെ ഗായുവിനെ. ലക്ഷ്മിയമ്മയുടെ വാക്കുകൾ പൂർത്തിയാക്കുന്നതിന് മുന്നേ പിന്നിൽ നിന്നും ഗാംഭീര്യത്തോടെയുള്ള ശബ്ദം കേട്ടതും ഞെട്ടലോടെ ഇരുവരും തിരിഞ്ഞു നോക്കി. ജോ ആ നിമിഷം തന്നെ ഞെട്ടലോടെ ലക്ഷ്മിയമ്മയിൽ നിന്നും ഒരു വിളി പുറത്തേക്ക് വന്നു. തുടരും കഥയുടെ അടുത്ത ഭാഗം. ജോ മാത്രം അറിഞ്ഞു മാണിക്യമംഗലത്തേക്ക് ഗായുവിനെ കൊണ്ടുവന്നതിന് പിന്നിലുള്ള രഹസ്യം. ഇനി എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഒരു നിശ്ചയവുമില്ല. കാത്തിരിക്കട്ടോ, വേഗം വരാൻ ശ്രമിക്കാം.